നമസ്കാരം. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിലുള്ള പുതിയ ദേശീയ ഭാരവാഹികളുടെ പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ ഭാരവാഹികൾക്ക് ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘടനാ മികവും അനുഭവപരിചയവും ഊർജ്ജസ്വലതയും ജനകീയ അടിത്തറയുമുള്ള മികച്ചൊരു നിരയാണ് നിലവിൽ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും പൊതുജന സേവനത്തിനും പുതിയ ടീം വലിയ സംഭാവനകൾ നൽകുമെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ബിജെപി ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേറ്റ 6 മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ ഭാരവാഹി നിര പ്രഖ്യാപിക്കപ്പെട്ടത്. അനുഭവ സമ്പത്തും യുവത്വവും സമന്വയിപ്പിക്കുന്ന പുതിയ നിര സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വലിയ വേഗത നൽകുമെന്നും ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിൽ ഓരോ പാർട്ടി പ്രവർത്തകനും രാഷ്ട്ര നിർമ്മാണത്തിനായി മുന്നിട്ടിറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവ് കെ സുരേന്ദ്രനെ പുതിയ ദേശീയ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമായ നേട്ടമായി. സുരേന്ദ്രനെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായാണ് നിയമിച്ചിട്ടുള്ളത്. അതേസമയം നിലവിലെ ദേശീയ സെക്രട്ടറിയായ അനിൽ ആന്റണി അതേ സ്ഥാനത്ത് തുടരും. എന്നാൽ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മുതിർന്ന നേതാവായ എ.പി. അബ്ദുള്ളക്കുട്ടിയെ ഒഴിവാക്കി. ദേശീയതലത്തിൽ പ്രമുഖ നേതാക്കൾക്ക് സുപ്രധാന ചുമതലകളാണ് നൽകിയിരിക്കുന്നത്. മുൻ അമേഠി എം.പി. ശ്രീമതി സ്മൃതി ഇറാനി ദേശീയ ജനറൽ സെക്രട്ടറിയെ നിയമിക്കപ്പെട്ടു. ബിപ്ലവ് കുമാർ ദേവ്, സുനിൽ ബൻസാൽ, വിനോദ് താവ്ഡെ, ഗജേന്ദ്ര പട്ടേൽ, സതീഷ് പൂനിയ, ഹരീഷ് ദ്വിവേദി, സഞ്ജയ് ഭാട്ടി എന്നിവരാണ് മറ്റു ദേശീയ ജനറൽ സെക്രട്ടറിമാർ. BL സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി സ്ഥാനത്ത് തുടരും. ഉപാധ്യക്ഷന്മാരുടെ പട്ടികയിൽ 13 പ്രമുഖ നേതാക്കളാണ്. രാം മാധവ്, പ്രൊഫസർ താരിഖ് മൻസൂർ എന്നിവർക്കൊപ്പം മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ, മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തീരത്ത് സിംഗ് റാവത്ത്, ബൈജയന്ത് പാണ്ഡ, ഡി പുരന്തേശ്വരി, രേഖ വർമ്മ എന്നിവരും പട്ടികയിലുണ്ട്. ഉപാധ്യക്ഷന്മാരിൽ 6 പേർ വനിതകളാണ് എന്നതും ശ്രദ്ധേയം. പാർട്ടിക്ക് 16 ദേശീയ സെക്രട്ടറിമാരെയാണ് പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രനും അനിൽ ആന്റണിയും പുറമെ കവിതാ പാട്ടീൽ, ഡോക്ടർ ഭോല സിംഗ്, പ്രദീപ് വർമ്മ, ജഗദീഷ് ഈശ്വർ ഭായ് പട്ടേൽ, സന്ദീപ് പാഠക്, ഫാങ്നോൻ കൊന്യാക്, സംഗീത യാദവ്, എം വെങ്കടേശ്വരൻ, മനോജ് തിഗ്ഗ, സിദ്ധാർത്ഥ് ശംഭു, സ്വദേശ് സിംഗ്, മൃഗാംഗ ദേവ്, ബർമൻ, രോഹൻ ഗുപ്ത, ജയ്പ്രകാശ് എന്നിവരാണ് മറ്റ് സെക്രട്ടറിമാർ. പിനാക്കി പ്രധാൻ തനതായ ചുമതലകളിൽ തുടരുമ്പോൾ പീയൂഷ് ഗോയൽ പാർട്ടിയുടെ ദേശീയ ട്രഷററായി മാറി. രാജ്യസഭ MP തരുൺ ചുക്കിനെ സെൻട്രൽ ഓഫീസ് ഇൻചാർജായി നിയമിച്ചു. ഗുജറാത്ത് MP ഹേമന്ത് ജോഷിയെ യുവമോർച്ചയുടെ പുതിയ ദേശീയ അധ്യക്ഷനായും ഛത്തീസ്ഗഡ് നേതാവ് റൂപ് കുമാരി ചൌധരിയെ മഹിളാ മോർച്ച അധ്യക്ഷയായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ലോക്സഭ MP അനിൽ ബലൂനി മീഡിയ കൺവീനറായി തുടരും. ആശിഷ് ഉഷ അഗർവാൾ, പ്രദീപ് ഭണ്ഡാരി, സിദ്ധാർത്ഥ് യാദവ് എന്നിവരെ കോ കൺവീനർമാരായും നിയമിച്ചു. സോഷ്യൽ മീഡിയ കൺവീനറായി ഛത്തീസ്ഗഡിൽ നിന്നുള്ള ദീപക് മസ്കെയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അനുഭവ സമ്പന്നരെയും യുവ നേതാക്കളെയും ഒരുപോലെ ഉൾക്കൊള്ളിച്ചാണ് പുതിയ നിര രൂപീകരിച്ചിട്ടുള്ളത്. 2027 ഉത്തർപ്രദേശ് അടക്കമുള്ള പ്രമുഖ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് പുതിയ സംഘത്തിന് മുന്നിലുള്ള പ്രധാന രാഷ്ട്രീയ വെല്ലുവിളി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പാർട്ടി അടിത്തട്ടിൽ നിന്നും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അഴിച്ചുപണി നടത്തിയത്.